ഇന്നൊരു യാത്രയാണ് സുഹൃത്തുക്കളെ, ഒരു യാത്ര. വളരെ നീണ്ട യാത്രയൊന്നുമല്ല. ഇടുക്കിയിലേക്കൊരു യാത്ര. തിരുവല്ലയിൽ നിന്ന് ഇടുക്കിയിലേക്കൊരു യാത്ര, അത്രയേ ഉള്ളൂ. 160 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. അത് കേരളത്തിനുള്ളിൽ തന്നെ യാത്ര ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ജോലി കഴിഞ്ഞിട്ട് എവിടെ സമയം? ഞായറാഴ്ച ആകെ ഒരു ദിവസം കിട്ടും. അതെന്തോ യാത്ര ചെയ്യാൻ? അത് കിടന്നുറങ്ങാൻ മാത്രമേ തികയുള്ളൂ. അങ്ങനെ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. പോകാനുള്ള കാരണം, ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് കൂടണം. കല്യാണം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ കല്യാണത്തിന് കൂടാൻ ഞങ്ങൾ ഞായറാഴ്ച രാവിലെ പുറപ്പെടാൻ റെഡിയായി, സെറ്റായി, എല്ലാം നോക്കിയിരുന്നു. പക്ഷേ വണ്ടി നമുക്ക് പണി തന്നു. വണ്ടിയുടെ ടയർ പഞ്ചറായി. അത് കാരണം രാവിലെ പുറപ്പെടാൻ നിന്ന് നമ്മൾ ഒരു 1.5 മണിക്കൂർ ലേറ്റായി. ഞായറാഴ്ച ആയത് കാരണം ടയറൊന്നും മാറാൻ പറ്റിയില്ല. ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ യാത്ര ആരംഭിച്ചു. പിന്നെ ഇതാ കളി, വെള്ളച്ചാട്ടം, ഇതുപോലെ അവന്മാരൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് കൂളായിട്ടങ്ങ് ഇരിക്കുക. പിന്നെ അതിലെ കൂടെ യാത്ര, അങ്ങനെ നീണ്ട യാത്ര. എന്നാൽ പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. മല, കുന്ന്, ചെടികൾ, എല്ലാം ഒരു പച്ച മയമാണ്. ആകെ അങ്ങോട്ട് കയറിയൊരു പ്രത്യേകതരം ഫീലാണ്. മനസ്സിന് തന്നെ ഒരു സന്തോഷം തോന്നുന്ന യാത്രയായിരിക്കും. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ സ്ഥലം. ഞങ്ങൾ ഭയങ്കര സ്പീഡിലൊന്നുമല്ല വണ്ടിയും കൊണ്ട് പോയത്. നമുക്ക് സ്ഥലം കൂടെ കാണണം. ഇവർക്ക് വെളിയിലിറങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പ്രായമുള്ളവരുണ്ടും പിള്ളേരുണ്ട്. അതുകൊണ്ട് വെളിയിലിറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം വലിയ സ്പീഡിലൊന്നുമല്ല വണ്ടിയും കൊണ്ട് പോയത്. ഒരു മീഡിയം സ്പീഡിലാണ് പോയത്. പിന്നെ കൂടുതലും മെയിനായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ കാണുക എന്നുള്ള ലക്ഷ്യമുണ്ട്. പിന്നെ ഞായറാഴ്ച രാവിലെ പോയിട്ട് വൈകിട്ട് അങ്ങ് എന്നാൽ മതി. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കണ്ടും കേട്ടും സാവകാശം മുന്നോട്ട് നീങ്ങി. ഇടയ്ക്ക് മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യും എന്നൊക്കെ വിചാരിച്ചു. ചെറിയ മഴ, ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങ് പോയി. മഞ്ഞിറങ്ങുമെന്നൊക്കെ വിചാരിച്ചു. കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോകാൻ പറ്റി. പിന്നെ നമ്മൾ മാത്രമല്ല പോകുന്ന, ഒത്തിരി പേര് വണ്ടി നിർത്തി ഇതൊക്കെ കാണുകയും എല്ലാ വെള്ളച്ചാട്ടങ്ങൾ കാണുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ് കിടക്കുകയല്ലേ ഇഷ്ടം പോലെ. എന്നാ പച്ചപ്പാ അത് കാണുന്നത്. ഇത് സുന്ദരമായിട്ടായിട്ടിരിക്കുന്നത്. ഇതിലൊക്കെ കയറി ഫോട്ടോ എടുക്കണമെന്നും വീഡിയോ എടുക്കണമെന്നും ഒക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നവും പിന്നെ ഇതിൻ്റെ തണുപ്പ് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുകൊണ്ട് ഇതൊന്നും നടന്നില്ല. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. തേയിലത്തോട്ടങ്ങൾ തീരാത്ത രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ കാപ്പിത്തോട്ടമുണ്ട്, പിന്നെ ഇതുണ്ട്, നമ്മുടെ ഏലത്തിൻ്റെ തോട്ടമുണ്ട്. എല്ലാം കണ്ടു കേട്ടുമൊക്കെ വണ്ടിയിലിരുന്നങ്ങ് പോകാൻ പറ്റിയെന്നല്ലാണ്ട് ഇറങ്ങി ഒത്തിരി ഇടത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ല. എങ്കിലും ഇറങ്ങാവുന്നിടത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചു. ഇടയ്ക്ക് ചായ കുടിച്ചു. ഒക്കെ ലഘുഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടാണ് പോയത്. മഞ്ഞിറങ്ങുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് പക്ഷേ വലുതായിട്ടൊന്നും കണ്ടില്ല. മഞ്ഞിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇല്ലാതിരുന്നു ഒരെണ്ണക്ക് നന്നായി. പ്രായമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അവർക്ക് തണുപ്പൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല. പിന്നെ പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു. അവരെല്ലാം ഉഷാറായിരുന്നു. അതൊക്കെ പൊളി വൈബായിരുന്നു. ഇത്രയും വലിയൊരു യാത്ര പോകുമ്പം പിന്നെ പിള്ളേർ അടങ്ങിയിരിക്കുമോ? ബഹളവും പാട്ടും എല്ലാ കാര്യങ്ങളും പിള്ളേർ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലായി. ഈ പിള്ളേരൊക്കെ ആയിട്ടാണ് യാത്ര പോകാൻ പറ്റുള്ളൂ. ഇച്ചിരി മുതിർന്ന ആൾക്കാരൊക്കെ ആയിട്ട് യാത്ര പോകുന്ന കാര്യം വലിയ റിസ്ക്കാണ്. അവർക്ക് ഇവിടുന്ന് കയറി അവിടെ ഇറങ്ങുക. പിന്നെ രസമാണ്. എല്ലാവരുമായിട്ടല്ലേ പോകുന്നേ. ഹാപ്പി ആയിട്ട് പോവില്ലയോ? അങ്ങനെ പോയി. ചെറിയ മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അത് ഞങ്ങളൊന്ന് ഇതായി. കുഴപ്പമില്ല. ചെറിയ ചാറ്റമഴ മാത്രമേ ഉള്ളൂ. ഇത് മഞ്ഞിറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു. മലയിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു മഞ്ഞ് നല്ല രീതിയിൽ ഇറങ്ങി നിൽക്കുന്നത്. ഇതിനകത്തൂടെ ഗ്ലാസ്സിനകത്തൂടെ കാണുന്നുണ്ട് അത് ക്ലിയറായിട്ട് കാണാൻ പറ്റാത്ത. ഇനി മഞ്ഞൊക്കെ ഉണ്ട്. ഞങ്ങൾ കല്യാണ സ്ഥലത്ത് ചെന്നു. കല്യാണത്തെ കാര്യങ്ങളൊന്നും കാണിച്ചില്ല. എങ്കിലും സദ്യയൊക്കെ ഉണ്ട്. സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് നല്ല ചൂട് പറക്കുന്ന ചോറും പരിപ്പ് കറി, അതിനകത്തൊടിച്ച് നെയ്യോടൊക്കെ ഒഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പതിയെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഇറങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് തിരുവല്ലയിലേക്ക് തിരിച്ചു. അങ്ങനെ തിങ്കളാഴ്ച വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി 11:30 ആയപ്പോൾ
ഞങ്ങൾ തിരുവല്ലയിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര ഇവിടെ പര്യവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.